ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വളരെ വളരെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ദിലീപേട്ടിൻ്റെ ഒരു സിനിമ തിയേറ്റേഴ്സിൽ എത്തിയിരിക്കുന്ന ഒരു ദിവസമാണ്. ആൻഡ് സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സിനിമയുടെ റിവ്യൂയിലോട്ട് നമുക്ക് പോകാം. പക്ഷേ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ഡിസ്ക്ലെയിമറാണ്. ഈ സിനിമയ്ക്കകത്ത് ലോജിക്കിനെ വളരെ വളരെ ചെറിയ രീതിയിൽ ആശ്രയിച്ചിട്ടാണ് പല സീൻസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ സിനിമയെ ലോജിക് എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ഡിസ്ക്ലെയിമർ തന്നെ ഞാൻ എൻ്റെ റിവ്യൂവിൻ്റെ തുടക്കത്തിൽ പറയുകയാണ്. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂയിലോട്ട് പോവുകയാണ്. സോ ഗായ്സ്, സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ കയറി നോക്കി എന്താണ് ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് ഒക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ സിനിമയ്ക്ക് കുറേ മിക്സഡ് റെസ്പോൺസ് വരുന്നുണ്ട്. ആൻഡ് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് ഈ കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. സോ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു മസാല ഫിലിമാണ്. സോ ഇതിനകത്ത് നിങ്ങൾ ലോജിക്ക്, സ്റ്റോറി ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം നിങ്ങൾ വറീഡ് ആവരുത്. പിന്നെ നമ്മുടെ ഈക്കോ മാതിരിയൊക്കെ ഒരു അങ്ങനത്തെ രീതിയിലുള്ളൊരു സിനിമ എന്നുള്ള രീതിയിലും ചിന്തിച്ച് ഒരിക്കലും പോരുത്. അങ്ങനെ ഒരു സിനിമയേ അല്ല. ഇറ്റ്സ് എ മസാല ഫിലിം. പ്യൂർലി ഒരു മസാല ഫിലിം മാത്രമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആൻഡ് മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാക്സിമം എത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ എത്ര മാക്സിമം ആയിട്ട് അതിനെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും, ആ ഒരു രീതി തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിം. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് വളരെ വലിയ നഷ്ടം. കാരണം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ദിലീപും നമ്മുടെ ഈ വിനീത് ശ്രീനിവാസൻ അങ്ങനെ കുറച്ച് ഐറ്റംസിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ദിലീപിൻ്റെ കുറേ ഈ റെഫറൻസും പഴയ സിനിമയിൽ നിന്നുള്ള റെഫറൻസും അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ തിയേറ്റർ അങ്ങ് നിന്ന് കത്തുകയായിരുന്നു. സോ ലിറ്ററലി ഇറ്റ്സ് എ ബോംബ്. അമ്മാതിരി ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു തിയേറ്ററിനകത്ത് മൊത്തം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ വന്നിട്ട് പോലില്ല, എന്നിട്ട് പോലും അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു തിയേറ്ററിൽ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലാലേട്ടൻ ധ്യാനൊക്കെ വരുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് പറയാനേ പറ്റുന്നില്ല. കാരണം ലിറ്ററലി എനിക്കൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി സൗണ്ടും അമ്മാതിരി റെസ്പോൺസൊക്കെ ആയിരുന്നു. ആൻഡ് ലാലേട്ടനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഓ മൈ ഗോഡ്, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണും. ഞാൻ ഒരു രീതിയിലുള്ള സ്പോയിലേഴ്സ് ഈ വീഡിയോയിൽ ഇടില്ല. സിനിമ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു തിയേറ്റർ വാച്ച് ഫിലിം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് ലോജിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട് പഴകിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, എൻ്റെ ദൈവമേ, ഇറ്റ്സ് ബ്രില്യൻറ്റ്, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പഴയ സിനിമകളിലോട്ടുള്ള റെഫറൻസ് ആണെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും കേൾക്കുമ്പോൾ രോമാഞ്ചം വരും ലിറ്ററലി. സോ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിം. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും നല്ല ഓളമുള്ളൊരു തിയേറ്ററിൽ തന്നെ പോയി കാണുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അബ്സല്യൂട്ട് സെലിബ്രേഷൻ തന്നെയായിരിക്കും. സോ ഒരു അമ്മാതിരി മൂഡിലുള്ളൊരു സിനിമ തന്നെയാണിത്. സോ നിങ്ങൾ ബാക്കിയുള്ള ഈ ഇൻ്റർനെറ്റിലുള്ള ബാക്കി റിവ്യൂസും ബാക്കിയുള്ളവരുടെ ക്രിട്ടിക് റെസ്പോൺസ് അതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഈ സിനിമയെ വിലയിരുത്തരുത്. നിങ്ങൾ തന്നെ പോയി കാണുക, നിങ്ങൾ തന്നെ പോയി വിലയിരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ നഷ്ടം. സോ മസ്റ്റ് വാച്ച് ഫിലിം. സോ ഗോ ഹെഡ് ആൻഡ് വാച്ച് ദിസ് ഫിലിം ഇൻ യുവർ നിയർ ബൈ തിയേറ്റേഴ്സ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. സൈനിങ് ഓഫ്, അജിത്ത്.